ഹലോ ഗൈസ്, വെൽക്കം ടു ദുബായ് KL40. സൂപ്പർ അടുത്തേക്ക് പോകുന്നേ ഓഫ് ടു കൂർഗ്. യെസ്, നമ്മളെ സ്വന്തം കൊടകിലേക്ക് ഇടാം. വെൽക്കം ടു കൊടക്, ദ സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ. യെസ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറെ കാലമായി ലുബായ് ഒന്ന് ബൈക്കിൽ പോയിട്ട് അപ്പൊ ഇങ്ങനെ ഫാമിലി ആയിട്ട് കാറിലല്ലോ പോലെ. ഞാൻ ഓൾറെഡി ഈ വണ്ടി കൊണ്ട് തന്നെ ഒരിക്കൽ മടിക്കേരിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് നമ്മളെ ചങ്ങായിമാരൊന്ന് എന്താ പറയല, നമ്മളെ സിറാജ് ഉണ്ട്, സാദിഖുണ്ട്, പുള്ളി നാലാളും കൂടിയിട്ടാ പോകുന്നത് ഈ രണ്ട് വണ്ടിയില്. 90s ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ ഇതൊന്ന് എൻഗേജഡ് ആവും. കാരണം വെച്ചാൽ മുമ്പൊക്കെ നമ്മള് ചെറിയ പൈസ ഇട്ടിട്ട് എണ്ണടിച്ചിട്ട് ഒരു പോക്കുണ്ട്. അതായത് പഠിക്കുന്ന കാലത്ത് അതൊന്ന് കാലങ്ങൾക്ക് ശേഷം ഒന്ന് അയവിറക്കാൻ വേണ്ടിട്ട് ബൈക്കിലൊന്ന് പോകാൻ വിചാരിച്ചു. നല്ല ഫോറസ്റ്റിലൂടെയാ പോകുന്നത്. കിടിലം ഫോറസ്റ്റ്, ആനയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്, അറിയാം. അങ്ങനെ നമ്മൾ കൊടക് ജില്ലയിൽ എത്തിയിട്ടാ. വെൽക്കം ടു കൊടക് ഡിസ്ട്രിക്ട്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഏകദേശം ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മടിക്കേരിയിലേക്ക് ഏകദേശം ഇതാ ഒരു 50 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് കേട്ടാ. അപ്പൊ പിന്നെ ഒന്നും നോക്കണം, നേരെ വിട്ടാലാ. ബംഗളൂരും മൈസൂരും മടിക്കേരി പോവാ. ഇവിടുന്ന് റൈറ്റിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മള് തലക്കാവേരിയാണ് കേട്ടാ. ഗൈസ്, അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം മടിക്കേരിയിലെത്തിയിട്ട് വൈകുന്നേരം ഒരു നമുക്കൊരു സൺസെറ്റ് കാണാന്നുള്ളൊരു മൈൻഡിൽ നേരെ വിടുന്ന വെച്ച് കഴിഞ്ഞാൽ രാജാ സീറ്റ് ഗാർഡനിലേക്കാണ് കേട്ടാ. അപ്പൊ നേരെ എന്നാ വിട്ടാലാ. ഇതിൻ്റെ ഉള്ളിൽ വളരെ മനോഹരമായ നല്ലൊരു ഉദ്യാനം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി, കുറച്ച് നടക്കാനുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഒരു തണുത്ത കാറ്റും വേറെ തന്നെ ഒരു വൈബ് കിട്ടാ. നല്ല രസമുണ്ട്, ഒരുപാട് ഇരിക്കാനുള്ള സംഭവം. മെയിൻ അട്രാക്ഷൻ ആയിട്ട് ഞങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ പോയിന്റ് ആണ്. സൺസെറ്റ് കാണാൻ വേണ്ടി സിറാജിൽ തന്നെ എടുത്ത് പോന്നിക്കുന്നുണ്ട്. സൺസെറ്റ് കാണാൻ വേറെ തന്നെ ഒരു മൂഡ്. ഇപ്പൊ നമ്മൾ താമസിച്ച് വെച്ചാൽ സൺസി പ്ലാന്റേഷൻ എസ്റ്റേറ്റ് ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. കാപ്പിത്തോട്ടത്തിന്റെ നടുവിലേ ഇങ്ങനെ പോലെ. അപ്പൊ നല്ല പൗത്ത കാപ്പിയുള്ള ദിസൂബ്ര ഇങ്ങനെ നോക്കി ഇങ്ങനെ മണപ്പിച്ചെടുക്കുന്നതാ. അപ്പം പിന്നെ തിരിച്ചു വിടുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് അവിടെ സൈഡാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു കോഫി ഡേ പോയി നല്ലൊരു കോഫി അടിക്കാന്ന് പറഞ്ഞിട്ട്. കോഫി ലവേഴ്സിന്റെ ഇഷ്ടപ്പെട്ട സ്ഥലമല്ല അല്ലേ. അങ്ങനെ അവിടെ നല്ലൊരു ക്യാപ്പുച്ചിനോ അടിച്ചിട്ട് ഇങ്ങനെ അവിടെ മെല്ലെ വിട്ടാലാ. നമ്മളങ്ങനെ ഒരു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടായിട്ടാ. ഏകദേശം എന്ന് വെച്ചാൽ അങ്ങനെ കറങ്ങാനൊന്നും പോയിട്ടാ. ജസ്റ്റ് ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആക്കാ, ഒരു തണുപ്പെടുക്കാന്നുള്ള ഒരു വൈബിൽ പോയതാണ്. ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്കെല്ലാം അടിച്ച് കൂടെ ഇറ്റ്സ് മീ ദുബായ് KL40. ബൈ.